വീട്ടിലുള്ള പഴയ LED LCD ടിവികൾ നമുക്ക് വെറും 888 രൂപയുടെ ഈ സാധനം മേടിച്ചു കഴിഞ്ഞാൽ നമുക്ക് നല്ല ഒന്നാം തരം സ്മാർട്ട് TV ആക്കിയിട്ട് മാറ്റാനായിട്ട് സാധിക്കും. നമസ്കാരം, ജ്യോതിർഗമയ ചാനലിലേക്ക് സ്വാഗതം. ഇന്നൊരു ടെക്നിക്കൽ ട്യൂട്ടോറിയൽ ആയിട്ടാണ് വീണ്ടും വന്നിരിക്കുന്നത്. ഓൺലൈൻ ക്ലാസ്സുകളൊക്കെ നടക്കുന്ന സമയമാണ്. അപ്പോൾ മൊബൈലിൽ കുറേ അധികം നേരം മൊബൈലിൽ നമ്മൾ നോക്കിക്കൊണ്ടിരുന്നു കഴിഞ്ഞാൽ കണ്ണ് നമുക്ക് സ്ട്രെയിൻ ഒക്കെ ഉണ്ടാവും. അപ്പോൾ ഇത് നമുക്ക് ടിവിയിലേക്ക്, നമ്മൾ മൊബൈലിൽ കാണുന്ന സാധനങ്ങൾ തന്നെ നമ്മുടെ സാധാരണ ടിവിയിലേക്ക് മിറർ ചെയ്ത് കാണിക്കുകയാണെങ്കിൽ അതിന് നമ്മൾ പറയുന്നത് സ്ക്രീൻ മിറർ ചെയ്യുക, കാസ്റ്റ് ചെയ്യുക എന്നൊക്കെ പറയും. അപ്പോൾ നമ്മുടെ മൊബൈൽ അങ്ങനെ തന്നെ, നമ്മൾ മൊബൈലിൽ കാണുന്നത് അങ്ങനെ തന്നെ, യൂട്യൂബ് ആയാലും ഓൺലൈൻ ക്ലാസ്സുകളായാലും ഗൂഗിൾ മീറ്റ് ആയാലും വേറെ എന്ത് തന്നെ സംഭവങ്ങളായാലും, ഈവൻ നമ്മൾ വീഡിയോ എടുത്തു വെച്ചിരിക്കുന്ന ഗാലറിയിലുള്ള ഫോട്ടോസ്, വീഡിയോസ് എല്ലാം തന്നെ നമുക്ക് നമ്മുടെ വലിയ സ്ക്രീൻ, അതായത് ടിവിയിലേക്ക് കാണാൻ സാധിക്കുകയാണെങ്കിൽ എളുപ്പമായിരുന്നു അല്ലേ. അങ്ങനെ കാണുന്ന പ്രോസസ്സിനെയാണ് നമ്മൾ കാസ്റ്റിംഗ് അല്ലെങ്കിൽ സ്ക്രീൻ മിററിംഗ് എന്നൊക്കെ പറയും. അപ്പൊ ഇന്ന് നമ്മൾ ഇവിടെ കാണിക്കുന്നത് ഹൗ ടു ഡു ദ സ്ക്രീൻ മിററിംഗ് ഇൻ അവർ LED TV അല്ലെങ്കിൽ LCD TV, അല്ലെങ്കിൽ ഹൗ ടു ഡു ദ ക്രോം കാസ്റ്റിംഗ് ഇൻ അവർ LED TV LCD TV എന്നുള്ളതാണ്. അപ്പൊ സാധാരണ രീതിയിൽ നമ്മുടെ ഇങ്ങനെ സ്ക്രീൻ മിറർ ചെയ്യാനായിട്ട് 3 രീതികളാണ് നമുക്കുള്ളത്. ഒന്ന്, നമുക്ക് MHL കേബിൾ ഒരു സിസ്റ്റം ഉണ്ട്. അതായത് നേരെ നമ്മുടെ മൊബൈലിൽ നിന്ന് ഒരു കേബിൾ വഴി, ഒരു ചെറിയ ഒരു കൺവെർട്ടർ വഴി നമ്മൾ നേരെ ടിവിയിലേക്ക് കൊടുക്കുക. അതിനാണ് നമ്മുടെ MHL കേബിൾ സിസ്റ്റം എന്ന് പറയുന്നത്. അതിന് മൊബൈലിൽ ഔട്ട് ഉണ്ടാവണം, വീഡിയോ ഔട്ട് ഉണ്ടാവണം. സാധാരണ കാണാറില്ല അത്. അപ്പോൾ വളരെ ലിമിറ്റഡ് ആയിട്ടുള്ള മൊബൈലുകൾക്ക് മാത്രമേ ആ ഓപ്ഷൻ ഉണ്ടാവുള്ളൂ. രണ്ടാമത്തെ ഒരു ഓപ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ആൻഡ്രോയിഡ് ബോക്സ് എന്ന് പറയും. അതായത് നമ്മുടെ ഈ മൊബൈലിൽ നിന്ന് വരുന്ന സിഗ്നലിനെ നമ്മൾ ഒരു ആൻഡ്രോയിഡ് ബോക്സ് വെച്ചിട്ട് കൺവേർട്ട് ചെയ്ത് കൊടുക്കുന്നതാണ് ആൻഡ്രോയിഡ് ബോക്സ് എന്ന് പറയുന്നത്. മൂന്നാമത്തെ സിസ്റ്റമാണ് നമ്മുടെ ക്രോം കാസ്റ്റിംഗ് എന്ന് പറയും. അപ്പോൾ അതായത് ഒരു ഗൂഗിളിന്റെ ഒരു എക്യുപ്മെന്റ് ആണ് ഗൂഗിൾ ക്രോം കാസ്റ്റ് എന്ന് പറയും. അപ്പൊ ഈ ക്രോം കാസ്റ്റ് എന്ന് പറയുന്ന ഒരു എക്യുപ്മെന്റ് ഇതാണ് ഈ ക്രോം കാസ്റ്റ് എന്ന് പറയുന്ന എക്യുപ്മെന്റ്. ഈ ക്രോം കാസ്റ്റിംഗ് വഴി നമുക്ക് നമ്മുടെ മൊബൈലിലുള്ള എന്ത് തന്നെ ആയാലും, നമ്മൾ നെറ്റ് വഴി കിട്ടുന്ന യൂട്യൂബോ വെബ്സൈറ്റോ വേറെ എന്തെങ്കിലും ഫേസ്ബുക്കോ എന്ത് തന്നെ ആയാലും, അത് മാത്രമല്ല നമ്മുടെ ഗാലറിയിലുള്ള ഫോട്ടോകൾ, വീഡിയോകൾ, അതൊക്കെ തന്നെ നമുക്ക് നമ്മുടെ വലിയ ടിവിയിലേക്ക്, നമ്മുടെ വീട്ടിലുള്ള ടിവിയിലേക്ക് നമുക്ക് സ്ക്രീൻ മിറർ ചെയ്തിട്ട് കാണാനായിട്ട് സാധിക്കും. അപ്പൊ എങ്ങനെയാണ് ഈ ഗൂഗിൾ ക്രോം കാസ്റ്റ് ഉപയോഗിച്ചിട്ട് നമുക്ക് ടിവിയിലേക്ക് ഈ മൊബൈലിൽ നമുക്ക് സ്ക്രീൻ മിറർ ചെയ്യാന്നുള്ളതാണ് ഇന്ന് നമ്മൾ കാണിക്കുന്നത്. ഈ ക്രോം കാസ്റ്റ് ഉപയോഗിച്ച് നമുക്ക് സ്ക്രീൻ മിറർ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് 2 കാര്യങ്ങളാണ് നമുക്ക് ശ്രദ്ധിക്കേണ്ടത്. ഒന്ന്, ഈ എക്യുപ്മെന്റ് വേണം, ക്രോം കാസ്റ്റ് എക്യുപ്മെന്റ് വേണം. 2, നമ്മുടെ ടിവിയിൽ നമുക്ക് HDMI ഇൻപുട്ട് ഉണ്ടാവണം. അതായത് നമ്മുടെ മൊബൈലിൽ നിന്ന് എടുക്കുന്ന സിഗ്നലുകളെ നമ്മൾ HDMI സിഗ്നൽ ആയിട്ടാണ് നമ്മൾ കൊടുക്കുന്നത്. അപ്പൊ അവിടെ HDMI ഇൻപുട്ട് ഉണ്ടാകണം. അപ്പോൾ ഇനി നമുക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊരു പുതിയ എക്യുപ്മെന്റ് ആണെങ്കിൽ നമുക്ക് ഗൂഗിൾ ക്രോം കാസ്റ്റ് അൺബോക്സിംഗ് കാണിക്കാമായിരുന്നു. ഇത് നമ്മൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ഒരു എക്യുപ്മെന്റ് ആണ് കാണിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ ബോക്സ് അഴിക്കാനോ ആയിട്ടൊന്നുമില്ല. ഞാൻ കാണിച്ചു തരാം ഹൗ ടു സെറ്റപ്പ് ഗൂഗിൾ ക്രോം കാസ്റ്റ് എന്നുള്ളത് നമുക്ക് കാണിച്ചു തരാം. ഈ ക്രോം കാസ്റ്റ് എന്ന് പറയുന്ന എക്യുപ്മെന്റ് നമുക്ക് ആദ്യം പരിചയപ്പെടാം. ഈ നടുക്ക് കാണുന്നതാണ് ഇതിന്റെ മെയിൻ ആയിട്ടുള്ള പോർഷൻ, ക്രോം കാസ്റ്റ്. ഈ ക്രോം കാസ്റ്റിന്റെ ഔട്ട് വന്നിട്ട് ഇതൊരു HDMI, ഈ HDMI ആണ് നമ്മൾ നേരെ ടിവിയിലേക്ക് കൊടുക്കാം. ഇനി ഇത് വർക്ക് ചെയ്യാനായിട്ടുള്ള ഈ പവർ നമ്മൾ ഇതിലേക്ക് കൊടുക്കുന്നതാണ് ഒരു USB പ്ലഗ് വഴി. ഈ USB പ്ലഗ് വഴിയിട്ടാണ് നമ്മൾ ഇത് വർക്ക് ചെയ്യാനായിട്ടുള്ള പവർ നമ്മൾ കൊടുക്കുന്നത്. സാധാരണ എല്ലാ ടിവിയിലും USB പോർട്ട് ഉണ്ടാവും, HDMI പോർട്ട് ഉണ്ടാവും. അപ്പൊ ഇത് രണ്ടും നമ്മൾ ടിവിയിലേക്ക് കുത്തിക്കഴിഞ്ഞാൽ കിട്ടും. ഇനി USB പോർട്ട് ഇല്ലാത്ത ടിവി ആണെങ്കിൽ മൊബൈൽ ചാർജർ വഴി നമുക്ക് ഇതിലേക്ക് പവർ കൊടുക്കാനായിട്ട് സാധിക്കും. ഇനി ഈ എക്യുപ്മെന്റിൽ ക്രോം കാസ്റ്റ് എന്ന് പറയുന്ന എക്യുപ്മെന്റ് സെൻട്രൽ പോർഷൻ ഒരു സെലക്ടർ സ്വിച്ച് ആണ്. ആൻഡ്രോയിഡ് വെർഷനും iOS വെർഷനും. ഇതൊന്നും ഞെക്കി കഴിഞ്ഞാൽ ഇത് ആൻഡ്രോയിഡ് വെർഷൻ ആവും. രണ്ടാമത് ഞെക്കി കഴിഞ്ഞാൽ നമുക്കത് iOS വെർഷൻ ആകും, ആപ്പിളിന്റെ iOS വെർഷൻ ആകും. ഇത് സെലക്ടർ സ്വിച്ച് ആണ്. അപ്പൊ നമുക്ക് കാണാം ഇത് എങ്ങനെയാണ് ഇത് വർക്ക് ചെയ്യാന്നുള്ളത്. ഇത് നമുക്ക് വെറും ഈ ക്രോം കാസ്റ്റ് സെറ്റപ്പിന് എടുക്കുന്നത് വെറും 2-3 മിനിറ്റ് മാത്രമേ ഉള്ളൂ. നമുക്ക് വളരെ എളുപ്പമാണ്, എല്ലാവർക്കും ചെയ്യാനായിട്ട് സാധിക്കും. ക്രോം കാസ്റ്റ് ചെയ്യാനായിട്ട് അല്ലെങ്കിൽ സ്ക്രീൻ മിറർ ചെയ്യാനായിട്ട് നമ്മൾ എടുത്തിട്ടുള്ള ഒരു സോണിയുടെ ടിവിയാണ്. അതിന് 2 HDMI ഇൻപുട്ട് ഉണ്ട്. അപ്പോൾ നമ്മുടെ ക്രോം കാസ്റ്റിന്റെ ഔട്ട്പുട്ട് HDMI എടുത്തിട്ട് നമ്മൾ നേരെ ടിവിയുടെ HDMI ഇൻപുട്ടിലേക്ക് കണക്ട് ചെയ്തിട്ടുണ്ട്. ഇനി ഈ ക്രോം കാസ്റ്റിന് പവർ കിട്ടാനായിട്ട് ക്രോം കാസ്റ്റിന്റെ USB എടുത്തിട്ട് നേരെ നമ്മുടെ ടിവിയിൽ ഒരു USB പോർട്ട് ഉണ്ട്, ആ USB പോർട്ടിലേക്ക് കണക്ട് ചെയ്യാണ്. ഇപ്പം നിങ്ങളുടെ ടിവിയിൽ USB പോർട്ട് ഇല്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല, നേരെ മൊബൈൽ ചാർജർ വെച്ചിട്ട് നമുക്ക് കണക്ട് ചെയ്യാനായിട്ട് സാധിക്കും. ഇപ്പം നമ്മുടെ ക്രോം കാസ്റ്റ് എന്ന് പറയുന്ന ഈ സാധനം നമ്മൾ നേരെ ടിവിയിലേക്ക് കണക്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. 2 പോർട്ടാണ് നമ്മൾ കണക്ട് ചെയ്തിട്ടുള്ളത്. ഒന്നൊരു HDMIയും ഒന്ന് USB-യും. ഇങ്ങനെ കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ അതിൽ പവർ വന്ന് ഓക്കെ ആയി കഴിഞ്ഞാൽ നമുക്ക് കാണാം ഈ ക്രോം കാസ്റ്റിന്റെ നടുക്ക് ഒരു നീല ലൈറ്റ് തെളിയും. ഇങ്ങനെ നമ്മുടെ നീല ലൈറ്റ് ക്രോം കാസ്റ്റ് തെളിയുമ്പോൾ തന്നെ നമ്മുടെ ടിവിയിൽ ഇങ്ങനെ ഒരു ഡയഗ്രാം പ്രത്യക്ഷപ്പെടും. ഞാൻ ആദ്യമേ പറഞ്ഞിരുന്നു നമ്മുടെ ആപ്പിൾ ഫോൺ iOS
ഉള്ള ഫോണിൽ നിന്നായാലും അതുപോലെ തന്നെ ആൻഡ്രോയിഡ് വേർഷനുള്ള ഫോണിൽ നിന്നായാലും നമുക്ക് അതിൻ്റെ സിഗ്നൽ നമുക്ക് ക്രോംകാസ്റ്റ് വഴി ടി വിയിലേക്ക് കൊടുക്കാനായിട്ട് സാധിക്കും. ഏത് വേർഷനായിട്ടാണ് ഇപ്പോൾ കണക്ട് ചെയ്തേക്കണമെന്നുണ്ടെങ്കിൽ അത് സോളിഡ് ലൈനായിട്ട് കാണിക്കും. ഇപ്പോൾ നമ്മുടെ ഇത് കണക്ട് ചെയ്തേക്കുന്നത് നമ്മൾ ആൻഡ്രോയിഡ് വേർഷനുള്ള സിഗ്നൽ എടുക്കാനായിട്ടാണ്. അത് iOS-ലേക്കുള്ളത് നമ്മൾ ഡോട്ടഡ് ലൈനാണ് കാണിച്ചിട്ടുള്ളത്. ഇനി ഇത് നമുക്ക് ചേഞ്ച് ചെയ്ത് കൊടുക്കണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ക്രോംകാസ്റ്റിൻ്റെ സെൻറ്റർ ബട്ടൺ ഒന്ന് പ്രസ് ചെയ്യുമ്പോൾ തന്നെ ആ സോളിഡ് ലൈൻ മാറി ഇതേ ഇപ്പോൾ iOS-ലേക്ക് വന്നിട്ടുണ്ട്. നേരത്തെ ഉണ്ടായിരുന്ന ആൻഡ്രോയിഡ് ഡോട്ടഡ് ലൈൻ ആയിട്ടുണ്ട്. പക്ഷെ നമുക്ക് വേണ്ടത് ആൻഡ്രോയിഡ് ഫോണിൽ നിന്നാണ് എടുക്കേണ്ടത്. അതുകൊണ്ട് നമ്മളൊരു കാര്യം ചെയ്യുകയാണ്, തിരിച്ച് വീണ്ടും നമുക്കിത് ആൻഡ്രോയിഡ് ഫോണിലേക്ക് ആക്കണം. അതിന് വീണ്ടും എന്ത് ചെയ്യണം, ക്രോംകാസ്റ്റിൻ്റെ ആ ബട്ടൺ ഒന്നും കൂടെ പ്രസ് ചെയ്യാം. ഇപ്പോൾ നമ്മുടെ ക്രോംകാസ്റ്റ് ആൻഡ്രോയിഡ് സിഗ്നൽ റിസീവ് ചെയ്യാനായിട്ട് റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് മൊബൈൽ ഫോണുമായിട്ട് കണക്ട് ചെയ്യണം. മൊബൈൽ ഫോണിൽ സെറ്റിങ്സിൻ്റെ ഷോർട്ട് കട്ട് എടുക്കുക. മുകളിൽ നിന്ന് നമുക്ക് എടുക്കാനായിട്ട് സാധിക്കും. സെറ്റിങ്ങിൻ്റെ ഷോർട്ട് കട്ട് എടുക്കുക. അതിൽ കാസ്റ്റ് അല്ലെങ്കിൽ സ്ക്രീൻ മിറർ എന്ന് പറയുന്ന ഓപ്ഷൻ ഉണ്ടാവും. ഇവിടെ ഇപ്പോൾ ഉള്ളത് കാസ്റ്റ് എന്നുള്ള ഓപ്ഷനാണ്. അങ്ങനെ കാസ്റ്റ് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ടി വിയുടെ പേര് നമ്മുടെ മൊബൈലിൽ കാണിക്കും. ടി വിയിൽ ഡിസ്പ്ലേയിൽ ആ പേര് കാണിച്ചിരുന്നു, ലോലിപോപ്പ് എന്നാണ്. അപ്പോൾ അത് തന്നെ നമ്മുടെ മൊബൈലിലും കാണിച്ചിട്ടുണ്ട്. അപ്പോൾ അത് നമ്മൾ സെലക്ട് ചെയ്താൽ മാത്രം മതി, അപ്പോൾ തന്നെ സിങ്ക്രണൈസ് ആയിക്കോളും. അപ്പോൾ നമ്മുടെ മൊബൈൽ നേരെ ടി വി ആയിട്ട് സിങ്ക്രണൈസ് ചെയ്ത് മൊബൈലിൻ്റെ സ്ക്രീൻ നമുക്ക് ടി വിയിൽ കാണാനായിട്ട് സാധിക്കും. ഇപ്പോൾ ഫോൺ വെർട്ടിക്കലായിട്ടാണ് പിടിക്കുന്നതെങ്കിൽ അങ്ങനെ കാണും. അതല്ല ഫോൺ നമ്മൾ ഹൊറിസോണ്ടലാക്കി കഴിഞ്ഞാൽ അതുപോലെയും കാണാനായിട്ട് സാധിക്കും. ഇപ്പോൾ നമ്മൾ ഫോണിൽ യൂട്യൂബ് എടുത്തിട്ട് യൂട്യൂബിൽ SPSS ജ്യോതിർഗമയ ചാനലിൽ ബ്രൗസ് ചെയ്തിട്ട് അതിൽ ആ ചെമ്പരത്തി ജെല്ലിമിഠായിയുടെ വീഡിയോ ആണ് ഇപ്പോൾ നമ്മൾ എടുത്തേക്കണേ. അപ്പോൾ അത് തന്നെയാണ് നമ്മൾ മൊബൈലിൽ എടുക്കുന്നത്. ആ മൊബൈലിൽ എന്തെടുത്താലും അത് തന്നെ നമ്മുടെ ടി വിയിൽ കാണിക്കുകയും ചെയ്യും. ഓൺലൈൻ ക്ലാസ്സുകൾ, ഗൂഗിൾ മീറ്റ്, ഗൂഗിൾ ക്ലാസ് റൂം എന്ത് തന്നെ ആയാലും ഇപ്പോൾ നമുക്ക് ഈ ടി വിയിലേക്ക് നമുക്ക് എടുക്കാനായിട്ട് സാധിക്കും. അപ്പോൾ നമ്മൾ കുറേ നേരം ഓൺലൈൻ ക്ലാസ്സിലൊക്കെ ഇരിക്കുകയാണെങ്കിൽ നമുക്ക് മൊബൈൽ നമ്മുടെ അടുത്ത് വെച്ചിട്ട് നമുക്ക് നോക്കുന്നത് നമുക്ക് വലിയ ടി വിയിലേക്ക് നോക്കിയിരിക്കാം. അപ്പോൾ എന്ത് പരിപാടി ആയാലും മൊബൈലിൽ കിട്ടുന്ന എന്ത് പരിപാടിയും നമുക്ക് ടി വിയിലേക്ക് നമുക്ക് സ്ക്രീൻ മിറർ ചെയ്യാനായിട്ടും കാസ്റ്റ് ചെയ്യാനായിട്ടും സാധിക്കും. ഈ ക്രോംകാസ്റ്റ് എന്ന് പറയുന്ന സാധനത്തിന് എക്യുപ്മെൻറ്റിന് വെറും 888 രൂപയാണ് ഇപ്പോൾ വിലയുള്ളൂ. അപ്പോൾ അതിൻ്റെ ലിങ്ക് ഞാൻ താഴെ നമ്മുടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. ആവശ്യമുള്ളവർക്ക് അത് ക്ലിക്ക് ചെയ്തിട്ട് മേടിക്കാനായിട്ട് സാധിക്കും. ആദ്യമേ പറഞ്ഞു, യൂട്യൂബോ ഫേസ്ബുക്കോ അത് മാത്രമൊന്നുമല്ല, നമ്മുടെ മൊബൈലിൽ എടുത്തേക്കണ ഫോട്ടോസോ വീഡിയോസോ വേറെ ആരെങ്കിലും അയച്ചു തന്നേക്കണ വീഡിയോസോ എല്ലാം തന്നെ നമുക്ക് വളരെ ഭംഗിയായിട്ട് നമുക്ക് വലിയ സ്ക്രീനിൽ കാണാനായിട്ട് ഈ എക്യുപ്മെൻറ്റ് വഴി സാധിക്കും. അപ്പോൾ നമ്മൾ കണ്ടു കഴിഞ്ഞു ഈ ക്രോംകാസ്റ്റ് വെച്ചിട്ട് എങ്ങനെയാണ് ഒരു ടി വിയിൽ, LED ടി വിയിൽ, LCD ടി വിയിൽ നമ്മുടെ സ്ക്രീൻ മിററിംഗ് അല്ലെങ്കിൽ കാസ്റ്റിംഗ് നടത്തുന്നതെന്ന്. വളരെ എളുപ്പമാണ്, നിങ്ങൾക്ക് എല്ലാവർക്കും ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ ഈ ക്രോംകാസ്റ്റ് എന്ന് പറയുന്ന എക്യുപ്മെന്റ് നമുക്ക് മേടിക്കാനായിട്ട് കിട്ടും, ഓൺലൈൻ മേടിക്കാനായിട്ട് കിട്ടും. ഇതിന്റെ ലിങ്ക് ഞാൻ താഴത്ത് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. ആവശ്യമുള്ളവർക്ക് അതിൽ ക്ലിക്ക് ചെയ്തിട്ട് ആ സാധനം മേടിക്കാവുന്നതാണ്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായാൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, മറ്റുള്ളവർക്ക് കാണുന്നതിന് വേണ്ടി ഷെയർ ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമന്റുകളായി രേഖപ്പെടുത്തുക. വീണ്ടും അടുത്ത വീഡിയോയുമായി വരുന്നവരെ ബൈ.